നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് അറേസ് ആണ്. അറേ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ സാധാരണ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഒരു വാല്യൂ മാത്രമേ സ്റ്റോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ഉദാഹരണമായി ഞാനിവിടെ ഫ്രൂട്ട്സ് എന്ന് പറയുന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിലോട്ട് ബനാന എന്ന് കൊടുക്കുന്നു. സോ ഇങ്ങനെ ഇപ്പോൾ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ ഒരു വാല്യൂ മാത്രമേ സ്റ്റോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ എന്നാൽ നമ്മൾ അറേ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കതിൽ ഒന്നിൽ കൂടുതൽ എത്ര വാല്യൂസ് വേണമെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. സോ നമുക്കതെങ്ങനെ ഒരു അറേ ഉപയോഗിച്ച് ചെയ്യാമെന്ന് നോക്കാം. സോ ഞാനിവിടെ ആദ്യമായി വേരിയബിൾ നെയിം നമ്മൾ ഫ്രൂട്ട്സ് എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ഞാനൊരു അറേ എന്ന് പറയുന്ന ഒരു കീവേഡ് കൊടുക്കുന്നു. അതിനുശേഷം ഒരു റൗണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഇതിനുള്ളിൽ ഞാൻ നമ്മുടെ വാല്യൂസ് എൻ്റർ ചെയ്യുന്നു. ഉദാഹരണമായി ഞാൻ ബനാന, അതുപോലെ ഗ്രേപ്സ്, ഓറഞ്ച്, കിവി, ഇതുപോലെ 4 ഫ്രൂട്ട്സിൻ്റെ പേര് ഞാനിപ്പോൾ ഇവിടെ കൊടുത്തു. സോ സാധാരണ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു വാല്യൂ മാത്രമേ സാധാരണ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കുള്ളൂ. സോ നമ്മൾ അറേ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര വേരിയബിൾസ് വേണമെങ്കിൽ നമുക്ക് എത്ര വാല്യൂസ് വേണമെങ്കിൽ ഇതുപോലെ ഈ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. സോ നമ്മൾ ഇനി സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഓരോ വാല്യൂ നമുക്ക് എങ്ങനെ ആക്സസ് ചെയ്യാമെന്ന് നോക്കാം. സോ ഇത് നമ്മൾ ആക്സസ് ചെയ്യുന്നത് ഇതിൻ്റെ ഇൻഡെക്സ് നമ്പർ ഉപയോഗിച്ചാണ്, അറേയുടെ ഇൻഡെക്സ് നമ്പർ ഉപയോഗിച്ചാണ്. സോ അറേ ഇൻഡെക്സ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓരോ എലമെൻറ്റിലും ഫസ്റ്റ് എലമെൻറ്റിൻ്റെ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് 0യിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. സോ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്, അതായത് ബനാനയുടെ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് 0 ആയിരിക്കും, ഗ്രേപ്സിൻ്റെത് 1 ആയിരിക്കും, ഓറഞ്ചിൻ്റെത് 2 ആയിരിക്കും, അതുപോലെ കിവിയുടേത് 3 ആയിരിക്കും. സോ ഇൻഡെക്സ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 0യിൽ നിന്നായിരിക്കും. സോ നമുക്ക് ബനാനയാണ് നമുക്ക് ആക്സസ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ഉദാഹരണമായി ഞാനിവിടെ എക്കോ ഫ്രൂട്ട്സ് എന്ന് നമ്മൾ സാധാരണ ഇതുപോലെ സേവ് ചെയ്ത് നമ്മൾ പേജ് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒരു വാർണിംഗ് ലഭിക്കും. സോ നമുക്ക് ഓരോ പ്രത്യേകം നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇൻഡെക്സ് നമ്പറാണ് ഉപയോഗിക്കുന്നത്. സോ നമുക്ക് ബനാനയാണ് ആക്സസ് ചെയ്യേണ്ടതെങ്കിൽ ഞാനിതുപോലെ ഫ്രൂട്ട്സ് എന്ന് കൊടുത്ത ശേഷം ഇതുപോലെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം 0 എന്ന് കൊടുക്കുന്നു. ശേഷം സേവ് ചെയ്ത് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നമ്മുടെ ആദ്യത്തെ വാല്യൂ ആയ ബനാന ലഭിക്കുന്നു. സോ നമ്മൾ ഇൻഡെക്സ് നമ്പർ ഉപയോഗിച്ച് നമുക്ക് ഓരോ അറയിലുള്ള ഓരോ വാല്യൂസ് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബനാന ലഭിക്കുന്നു. അതുപോലെ 1 കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഗ്രേപ്സ് ലഭിക്കുന്നു. 2 ആണെങ്കിൽ ഓറഞ്ച് ലഭിക്കുന്നു. അതുപോലെ 3 ആണെങ്കിൽ കിവി ലഭിക്കുന്നു. സോ അതുപോലെ നമ്മളിവിടെ 1 പ്രിൻറ്റ് ചെയ്യുന്നു, 1 സേവ് ചെയ്ത് നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നു. സോ ഇപ്പോൾ നമുക്ക് ഗ്രേപ്സ് ലഭിച്ചു. ഇനി നമുക്ക് ഈ 1ൻ്റെ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ സോ ഞാനിവിടെ ഫ്രൂട്ട്സ് ഇതുപോലെ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്ത ശേഷം 1 എന്ന് കൊടുക്കുന്നു. അതിനുള്ളിൽ ഞാൻ പൈനാപ്പിൾ എന്ന് കൊടുക്കുന്നു. സോ നമ്മളിപ്പോൾ ഇൻഡെക്സ് നമ്പർ 1 ആക്സസ് ചെയ്ത് അതിൽ പൈനാപ്പിൾ എന്ന് കൊടുത്തു. ശേഷം നമ്മളത് പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിൽ എക്കോ ഫ്രൂട്ട്സ് സേവ് ചെയ്ത് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ വാല്യൂ ഗ്രേപ്സ് ലഭിക്കുന്നു. നമുക്കൊരു BR ടാഗ് ഇവിടെ കൊടുക്കാം. സോ നമുക്ക് ആദ്യത്തെ ഫ്രൂട്ട്സിൻ്റെ ഇൻഡെക്സ് നമ്പർ 1ലെ വാല്യൂ ഗ്രേപ്സ് എന്ന് നമുക്ക് ലഭിക്കുന്നു. അതിനുശേഷം നമ്മൾ ആ ഒരു ഇൻഡെക്സ് നമ്പർ ആക്സസ് ചെയ്ത് അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്തു പൈനാപ്പിൾ ആക്കിയതിന് ശേഷം നമുക്ക് പൈനാപ്പിൾ എന്ന് ലഭിക്കുന്നു. സോ ഇത്തരത്തിൽ നമുക്ക് ഒരു അറേക്കുള്ളിലുള്ള വാല്യൂസ് നമുക്കിതുപോലെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്തരം ഇൻഡെക്സ് നമ്പറോട് കൂടിയ അറേസിനെ നമ്മൾ ഇൻഡെക്സ്ഡ് അറേസ് എന്ന് വിളിക്കുന്നു. അതുപോലെ നമുക്കൊരു അറേക്കുള്ളിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമുക്ക് കൗണ്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. സോ ഉദാഹരണമായി ഞാൻ എക്കോ കൗണ്ട് ഫംഗ്ഷനുള്ളിൽ ഞാൻ നമ്മുടെ അറേ നെയിം കൊടുക്കുന്നു ഫ്രൂട്ട്സ്. ശേഷം നമ്മൾ സേവ് ചെയ്ത് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 4 എന്ന് ലഭിക്കുന്നു. കാരണം നമുക്ക് ബനാന, ഗ്രേപ്സ്, ഓറഞ്ച്, കിവി 4 വാല്യൂസ് ആണുള്ളത്. സോ 4 എലമെൻറ്റ്സ് ആണുള്ളത്. ആ എത്ര എലമെൻറ്റ്സ് ആണുള്ളത് ആ നമ്പർ നമുക്കിവിടെ ലഭിക്കുന്നു, 4 എന്ന് ലഭിക്കുന്നു. സോ അതുപോലെ ഞാനിതിലൊന്ന് ഡിലീറ്റ് ചെയ്ത് സേവ് ചെയ്ത് നമ്മൾ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 എന്ന് ലഭിക്കുന്നു. ഇപ്പോൾ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന അറേക്കുള്ളിൽ 3 വാല്യൂസ് ആണുള്ളത്. സോ അതുപോലെ നമുക്ക് ഒരു അറേക്കുള്ളിലുള്ള എല്ലാ വാല്യൂ നമുക്ക് ഫോർ ലൂപ്പ് ഉപയോഗിച്ചും ആക്സസ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ഉദാഹരണമായി ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ഞാൻ ഇതിലുള്ള എല്ലാ വാല്യൂം പ്രിൻറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ ഞാൻ ആദ്യമായി ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു i=0. അതിനുശേഷം നമ്മൾ കണ്ടീഷൻ കൊടുക്കുന്നു i less than കൗണ്ട് ഓഫ് ഫ്രൂട്ട്സ്. നമ്മൾ കൊടുത്തത് നമ്മുടെ ഇവിടെ ഐ കൊടുക്കുക. ഐ എന്ന് പറയുന്നത് ലെസ് ദാൻ ഫ്രൂട്ട്സിൻ്റെ എലമെൻസിനേക്കാളും കുറവാണെന്ന് ചെക്ക് ചെയ്യുന്നു. അതുപോലെ നമുക്ക് ഐയുടെ ഒരു ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ കൂടി കൊടുക്കാം ലൂപ്പ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി. അതിനുശേഷം നമ്മൾ ഓരോ വാല്യൂസും പ്രിൻറ്റ് ചെയ്യുന്നു. എക്കോ നമ്മൾ ഫ്രൂട്ട്സ് സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ ഈ ഐ വാല്യൂ ആണ് കൊടുക്കേണ്ടത്. സോ ഞാനിവിടെ വേരിയബിൾ ഐ കൊടുക്കുന്നു. സോ ഇപ്പോൾ ആദ്യം വേരിയബിൾ ഐ എന്ന് പറയുന്നത് 0 ആയിരിക്കും, പിന്നെ 1 ആയിരിക്കും, 2 ആയിരിക്കും, 3 ആയിരിക്കും. സോ ഇവിടെ
കൗണ്ട് ഓഫ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് 3 ആണ്. സോ 3യേക്കാളും കുറവാണെങ്കിൽ 1, 2 വരെ പ്രിൻറ്റ് ചെയ്യും. 1, 2 വരെ പ്രിൻറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓറഞ്ച് വരെ ലഭിക്കുന്നതാണ്. കാരണം ഇൻഡെക്സ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ൽ നിന്നാണ്. 0 ആകുമ്പോൾ ബനാന പ്രിൻറ്റ് ചെയ്യുന്നു, 1 ആകുമ്പോൾ ഗ്രേപ്സ്, 2 ആകുമ്പോൾ ഓറഞ്ച്, 3 ആകുമ്പോൾ നമ്മുടെ ലൂപ്പ് എക്സിറ്റ് ആവുന്നു. സോ നമുക്കൊരു എല്ലാം നെക്സ്റ്റ് ലൈനിൽ കിട്ടുന്നതിന് വേണ്ടി നമുക്കൊരു BR ടാഗ് കൂടി കൊടുക്കാം. സോ സേവ് ചെയ്ത് നമുക്ക് നമ്മുടെ പേജ് റീഫ്രഷ് ചെയ്ത് നോക്കാം. സോ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബനാന, ഗ്രേപ്സ്, ഓറഞ്ച് നമ്മുടെ ആ ഒരു അറേക്കുള്ളിലുള്ള എല്ലാ വാല്യൂ നമുക്ക് ലഭിക്കുന്നു. ഇനി ഉദാഹരണമായി ഞാനിവിടെ ഒരു വാല്യൂ കൂടി കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ കിവി, സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വാല്യൂ കൂടി ലഭിക്കുന്നതായിരിക്കും. ഇത്തരത്തിൽ നമുക്ക് ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ഒരു അറേക്കുള്ളിലുള്ള എല്ലാ വാല്യൂ ഇതുപോലെ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് അറേയിലെ തന്നെ മറ്റൊരു ടൈപ്പായ അസോസിയേറ്റീവ് അറേയാണ്. സോ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചത് ഇൻഡെക്സ് അറേ ആയിരുന്നു. നമ്മൾ ഇൻഡെക്സ് നമ്പർ ഉപയോഗിച്ചായിരുന്നു ഓരോ വാല്യൂ ആക്സസ് ചെയ്തിരുന്നതും മറ്റും. സോ ഇതിൽ നമ്മൾ ഒരു കീ ആണ് ഉപയോഗിക്കുന്നത്, ഒരു കീ നെയിം ഉപയോഗിക്കുന്നു, ഓരോ വാല്യൂസിനും ഒരു കീ നെയിം ഉപയോഗിക്കുന്നു. സോ നമുക്ക് ഈ അസോസിയേറ്റീവ് അറേ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ ഞാൻ ആദ്യമായി കുറച്ച് കൺട്രീസിൻ്റെ ലിസ്റ്റാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഞാൻ കൺട്രി എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. സോ അതിനുശേഷം ഞാൻ അറേ ഫംഗ്ഷൻ ഇതുപോലെ ഓപ്പൺ ചെയ്യുന്നു. ഇതിനുള്ളിൽ ഞാൻ വാല്യൂസ് കൊടുക്കുന്നു. ആദ്യമായി നമ്മൾ കൊടുക്കേണ്ടത് ഓരോ വാല്യൂസിൻ്റെയും കീ നെയിമാണ്. സോ നമ്മൾ ഇന്ത്യ എന്നതിന് ഞാൻ IN എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ഇതുപോലെ നമ്മളൊരു ഡബിൾ ആരോ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നു, ഡബിൾ ആരോ ഓപ്പറേറ്റർ. അതിനുശേഷം ഞാൻ അതിൻ്റെ വാല്യൂ IN എന്ന് പറയുന്ന കീയുടെ വാല്യൂ ഞാൻ ഇന്ത്യ എന്ന് കൊടുക്കുന്നു. സോ ഇപ്പോൾ ഇത് ഒരു വാല്യൂ ആയി. രണ്ടാമത്തെ വാല്യൂ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് SL എന്ന് കൊടുക്കുന്നു. SL കീ നെയിം SL. അതിനുശേഷം ഡബിൾ ആരോ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നു. അതിനുശേഷം ഞാൻ ശ്രീലങ്ക എന്ന് കൊടുക്കുന്നു. അതുപോലെ മൂന്നാമതൊരു വാല്യൂ കൂടി ക്രിയേറ്റ് ചെയ്യുന്നു. കീ നെയിം ഞാൻ UK എന്ന് കൊടുക്കുന്നു. അതിലോട്ട് വാല്യൂ അസൈൻ ചെയ്യുന്നത് യുണൈറ്റഡ് കിങ്ഡം. സോ ഇപ്പോൾ നമ്മൾ ഒരു അറേ ക്രിയേറ്റ് ചെയ്തു. സോ നമുക്ക് അറേയുടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ അറേയുടെ ലെങ്ത് കാണുന്നതിന് കൗണ്ട് നമ്മൾ കൺട്രി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിത് എക്കോ ചെയ്ത് കഴിഞ്ഞാൽ എക്കോ ഫംഗ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ റിസൾട്ട് ലഭിക്കുന്നു 3 എന്ന് ലഭിക്കുന്നു. കാരണം നമുക്ക് 3 വാല്യൂസാണ് ഇതിലുള്ളത്, ഇന്ത്യ, ശ്രീലങ്ക, യുണൈറ്റഡ് കിങ്ഡം. ഓരോന്നിനും നമ്മൾ ഓരോ കീ നെയിം നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് പ്രത്യേകം ആ കീ നെയിമിലുള്ള ഒരു പ്രത്യേക വാല്യൂ നമുക്ക് ലഭിക്കണമെങ്കിൽ, ഉദാഹരണമായി എനിക്ക് ഇന്ത്യ ലഭിക്കണമെങ്കിൽ ഞാൻ ഇതുപോലെ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്ത ശേഷം ഞാൻ IN എന്ന് കൊടുക്കുന്നു. ശേഷം സേവ് ചെയ്ത് നമ്മൾ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കൗണ്ട് എന്നുള്ളത് ഇവിടെ ആവശ്യമില്ല. കൗണ്ട് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു. ശേഷം സേവ് ചെയ്യുന്നു, റീഫ്രഷ് ചെയ്യുന്നു. അതിനുശേഷം അത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് ഇന്ത്യ എന്ന് ലഭിക്കുന്നു. സോ നമ്മൾ നേരത്തെ ഇൻഡെക്സ്ഡ് അറേയിൽ നമ്മൾ ഉപയോഗിച്ചത് ഇൻഡെക്സ് നമ്പർ ആയിരുന്നു. സോ നമ്മൾ ഇതിൽ നമ്മൾ ഇത് ആക്സസ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത് ഈ കീ നെയിമാണ്. അതുപോലെ നമുക്ക് ശ്രീലങ്കയാണ് വേണ്ടതെങ്കിൽ SL എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശ്രീലങ്കയുടെ ഡീറ്റെയിൽസ് ലഭിക്കുന്നു. അതുപോലെ UKയുടേതാണെങ്കിൽ UK എന്ന് പറയുന്ന കീ നെയിം കൊടുത്ത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യുണൈറ്റഡ് കിങ്ഡം എന്ന് ലഭിക്കുന്നു. സോ ഇത്തരത്തിലാണ് അസോസിയേറ്റീവ് അറേ പ്രവർത്തിക്കുന്നത്. ഇൻഡെക്സ്ഡ് അറേയും ഇതും തമ്മിലുള്ള വ്യത്യാസം, ഇൻഡെക്സ്ഡ് അറേയിൽ നമ്മൾ ഇൻഡെക്സ് നമ്പർ ഉപയോഗിക്കുന്നു, ഇതിലാണെങ്കിൽ നമ്മളൊരു കീ നെയിം ഉപയോഗിക്കുന്നു. അതുപോലെ നമുക്ക് ഈ അറേക്കുള്ളിലുള്ള ഓരോ വാല്യൂ നമുക്ക് പ്രിൻറ്റ് ചെയ്യുന്നതിന് നമുക്ക് ഫോർ ഈച്ച് ലൂപ്പ് ഉപയോഗിക്കാം. സോ ഫോർ ഈച്ച് ശേഷം നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. സോ നമ്മൾ ഇതിൽ കൊടുക്കേണ്ടത് നമ്മുടെ വേരിയബിൾ നെയിം കൊടുക്കുക. കൺട്രി ആസ് ആദ്യം ഒരു വേരിയബിൾ നമ്മുടെ കീ നെയിം, നമ്മുടെ ഓരോ കൺട്രികളുടെയും കീ നെയിം സ്റ്റോർ ചെയ്യുന്നതിന് C എന്ന് പറയുന്ന വേരിയബിൾ കൊടുക്കുന്നു. C എന്ന് പറയുന്ന വേരിയബിൾ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഡബിൾ ആരോ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നു. അതിനുശേഷം ഇവിടെ നമ്മൾ $സൈൻ കൊടുക്കണം. സോ അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ ഓരോ വാല്യൂ സ്റ്റോർ ചെയ്യുന്നതിന് ഞാനിവിടെ C വാല്യൂ എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൂടി ഡിക്ലെയർ ചെയ്യുന്നു. സോ നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ C എന്ന് പറയുന്ന വാല്യൂയിൽ നമ്മുടെ കീയും അതുപോലെ C വാല്യൂ എന്ന് പറയുന്ന ഈ ഒരു C വാല്യൂ എന്ന് പറയുന്ന വേരിയബിളിലോട്ട് ഇതിൻ്റെ വാല്യൂസും നമ്മൾ ഇതിപ്പോൾ അസൈൻ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഓരോന്നും പ്രിൻറ്റ് ചെയ്യാം. സോ ഞാനിവിടെ എക്കോ ജസ്റ്റ് C എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സോ നമുക്ക് ഇതിവിടുന്ന് ഈ ഒരു എക്കോ ഫംഗ്ഷൻ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാം. എക്കോ C അതുപോലെ ഒരു BR ടാഗ് കൂടി കൊടുക്കാം. സോ നമുക്ക് വളരെ നീറ്റായിട്ട് റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും. C കൊടുത്തു കഴിഞ്ഞ് നമ്മൾ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ INSL UK നമ്മുടെ C വേരിയബിൾ ആക്സസ് ചെയ്തപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും കീ നെയിം നമുക്ക് ലഭിച്ചു. ഇനി വാല്യൂ ലഭിക്കണമെങ്കിൽ ജസ്റ്റ് C വാല്യൂ എന്ന് പറയുന്ന രണ്ടാമത്തെ വേരിയബിൾ നെയിം കൊടുക്കുന്നു. ശേഷം സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ, ശ്രീലങ്ക, യുണൈറ്റഡ് കിങ്ഡം എന്ന് ലഭിക്കുന്നു. സോ ഇത് രണ്ടും കൂടി ലഭിക്കണമെങ്കിൽ നമുക്ക് ജസ്റ്റ് C, അതിനുശേഷം ഞാനൊരു = സൈൻ കൊടുക്കുന്നു. അതിനുശേഷം വീണ്ടും ഒരു കോമ കൊടുക്കുന്നു. ശേഷം സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ IN ഇന്ത്യ, SL ശ്രീലങ്ക,
UK യുണൈറ്റഡ് കിങ്ഡം. സോ നമുക്കിതുപോലെ ഫോർ ഈച്ച് ലൂപ്പ് ഉപയോഗിച്ച് അതിനുള്ള ഓരോ വാല്യൂസും നമുക്കിതുപോലെ 1 by 1 ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇങ്ങനെയാണ് അസോസിയേറ്റീവ് അറേ പ്രവർത്തിക്കുന്നത്.